പിന്നെ LDF അല്ലാതെ മറ്റാരുണ്ട്? ആ മുദ്രാവാക്യം വേണ്ടത്ര ശരിയായില്ല എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. മണ്ടന്മാരായാൽ അല്പമെങ്കിലും ബുദ്ധി വേണം. അത് വേണം. ചേട്ടാ ചത്ത് കിടന്ന് എന്നെ കൂടി കരയിപ്പിച്ച് കളഞ്ഞല്ലോ. അത് നമ്മുടെ ഞങ്ങൾ ഒരു ആളുകൾക്കിടയിൽ മറ്റൊരു ബോധം രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ റിവ്യൂവിലും പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. ഇനി പുറത്തിറങ്ങിയുള്ള അഭിനയം നിർത്ത്. സമരമുറകൾ, പുതിയ കാലം, അത് വളരെ ശരിയാണ്. ഇന്നലകളുടെ തനിയാവർത്തനങ്ങൾ കൊണ്ട് ഇന്നിന്റെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറയണ ആളല്ലല്ലോ കുമാരേട്ടൻ. ഞാനിപ്പോ പഴയ പോലെ അല്ല. വഴക്കും വക്കാണൊക്കെ മടുത്ത് ഇപ്പൊ എല്ലാരോടും ഭയങ്കര സ്നേഹ. ഇന്നിനെ മനസ്സിലാക്കണം, ഇന്നിന് പറ്റുന്ന രൂപങ്ങൾ ആവിഷ്കരിക്കണം, ഇന്നിന് പറ്റുന്ന പാർട്ടിയായി മാറണം. ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. മോശം എന്ന് പറഞ്ഞാൽ മോശം 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 അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. മാത്രമേ ഈ പ്രതിസന്ധി ഘട്ടത്തെ മറികടക്കാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. വളരെ ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ അത്? പിന്നെ ഈ വോട്ട് മോഷണം, അത് സ്വാഭാവികമായിട്ടും SIR നമ്മൾ SIR കുറിച്ച് നമ്മുടെ സമീപനം എക്സ്ക്ലൂഷൻ ആയിരുന്നു, ഒഴിവാക്കലായിരുന്നു. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? പക്ഷെ കേരളം നോക്കുമ്പോ അത് ഡാറ്റ അനലൈസ് ചെയ്യുമ്പോ അതിൽ വലതുപക്ഷത്തിന്റെ വല്ലാത്ത വോട്ടുകൾ വന്നിട്ടുണ്ട്. നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. SIR സന്ദർഭത്തിൽ ആ രാഷ്ട്രീയ ഗൗരവത്തോടെ സംഘടന ഇടപെടുന്നതിൽ സംഘടനാപരമായ കുറവുകളും നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. പിന്നെ ഇന്ത്യ മുന്നണി, എന്തായാലും ഇപ്പോ ഇന്ത്യ മുന്നണി എന്ന നിലയിൽ പാർലമെന്റിൽ സഹകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ ഘട്ടത്തിൽ കോൺഗ്രസിന്റെ ഈ നിലപാട് തുടർച്ചയായി തന്നെ തുറന്നു കാണിക്കാനായിട്ട് കഴിയണമെന്നാണ് കാണുന്നത്. ഇത് ഇത്രയും വലിയ കുരിശാവെന്ന് ഞാൻ ഓർത്തോ? അവന്റെ ഒരു ഒടുക്കലത്തെ ഐഡിയ. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഇത് സുജാത പറഞ്ഞതാണ്, എണ്ണം കുറവായിരുന്നു. സുജാത പിന്നെ ഒന്ന് വളച്ചിങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എണ്ണം കുറഞ്ഞത് പാർട്ടി അഖിലേന്ത്യാ ക്യാമ്പിൽ ഇടപെട്ടിട്ടാണ് ഇത്ര എണ്ണെങ്കിലും ആയതെന്നും റിവ്യൂ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറയരുത്. എന്നെ ഇതിനകത്തോണ്ട് ചാടിച്ച നീയല്ലേ? എന്നിട്ടിപ്പോ പിന്നെ ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം, അത് സ്വതന്ത്രം, എല്ലാ വർഗ പൊതുജന സംഘടനകളും സ്വതന്ത്രമായിരിക്കണം, ജനാധിപത്യപരമായിരിക്കണം എന്നുള്ളത് രേഖകളിൽ മാത്രം വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ പണ്ട് EMS പറഞ്ഞിരുന്നു, വേണമെങ്കിൽ പാർട്ടിക്ക് ബ്രാഞ്ച് ഉണ്ടാക്കാം, വലിയ വിവാദം ഉണ്ടായതാണ്. SFI വിദ്യാർത്ഥി സംഘടന സ്വതന്ത്രമായി പ്രവർത്തിക്കട്ടെ. അതിൽ കാലോചിതമായ മാറ്റം സംഘടനകൾക്ക് ഉണ്ടാകണം, അംഗത്വത്തിൽ ഉണ്ടാകണം, പ്രസിദ്ധീകരണങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകണം എന്ന ചർച്ചയെല്ലാം ഇപ്പോ വന്നിട്ടുണ്ട്. ഈ എക്സ്റ്റൻഡഡ് കമ്മിറ്റി വരുമ്പോൾ കുറെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ, അഭിസംബോധന ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ രണ്ട് പ്രശ്നങ്ങളാണ് ഈ ചോദ്യങ്ങൾ. ഒന്ന്, വെള്ളപ്പള്ളി നടേശന്റെ സ്റ്റേറ്റ്മെന്റ്, അത് നേരത്തെ തന്നെ വ്യക്തമാക്കി. അത്തരം കാര്യങ്ങളിൽ നമുക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. നാം ഇത്രയും നേരം പ്രശ്നത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് കൂലങ്കഷമായി ചിന്തിച്ചതിന്റെ വെളിച്ചത്തിൽ ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു, അത് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രശ്നം, ഈ കമ്പ്യൂട്ടർ ചെയ്യുന്ന പോലെ പോയിട്ട് അൺഡു ചെയ്യാൻ പറ്റില്ല. ബാക്കി ഞാൻ നാളെ ചിരിക്കാവേ. ഇനി വീണ്ടും അങ്ങോട്ട് പോയിട്ട് അത് പറ്റില്ല. ഈ അനുഭവത്തിൽ നിന്ന് ഭാവിയിൽ ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയൊക്കെ ഇടപെടണമെന്ന് ഒരു ധാരണ ഉണ്ടാക്കുക. ശരിയാണ്, ഒരുത്തനെയും വിശ്വസിക്കാൻ പറ്റില്ല. ശബരിമലയുടെ പ്രശ്നം, അതിൽ നമ്മൾ നടപടിയെടുക്കും, അതിൽ ആ സന്ദർഭത്തിൽ തന്നെ നടപടിയെടുക്കേണ്ടതായിരുന്നു. പാർട്ടിയുടെ സംഘടനാ സാങ്കേതികത്വങ്ങളല്ല നോക്കേണ്ടിയിരുന്നതെന്നും ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ മറുവശം ഇപ്പൊ കണ്ടോളണം, ഒരു സ്വർണം പോലും നഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ ആളെയാണ് ഔട്ട് ഓഫ് അതിന്റെ മന്ത്രിസഭയിൽ തന്നെ കൊണ്ടുവന്ന് ഇപ്പോ ഗവൺമെന്റിന് വേണ്ടി വാദിക്കാൻ വെച്ചിട്ടുള്ളത്. ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. നരേറ്റീവ് സൃഷ്ടിക്കാൻ എന്തെല്ലാം തരത്തിൽ ഉണ്ട് എന്നതുകൂടി ഗൗരവമായി നമ്മൾ കാണേണ്ടതുണ്ട്. അത് ഇത്ര കഷ്ടായി പോയിട്ടോ, എത്ര വിഷമം ഉണ്ടാവില്ല. പിന്നെ അവസാന 5 വർഷത്തിൽ കേരളം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നല്ല പരാജയം വന്നിട്ടും മതി ഈ വാക്കും കൊണ്ട് കിട്ടിയാൽ മതി. ഇതുകൊണ്ട് പരിശോധിച്ചില്ല എന്നുള്ളത് തെറ്റാണ്. പരിശോധിച്ചു, മറികടക്കാനുള്ള കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. പക്ഷേ ഈ വികസനവും അതിന്റെ ഭാഗമായി മിക്കവാറും നല്ല രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയത് കൊണ്ട് വലിയ കുഴപ്പമില്ല എന്നൊരു ചിന്ത ഞങ്ങൾക്കും നേതൃത്വത്തിനും ഉണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇതാ പറഞ്ഞത്, വർമ്മ സാറുണ്ടെങ്കിൽ സമയം പോണതറിയില്ല. നാവെടുത്താ തമാശ.
എന്നാൽ നമുക്കത് മറികടക്കാൻ കഴിയാതെ പോയി. ശ്രമങ്ങൾ വന്നെങ്കിലും മറികടക്കാൻ കഴിയാതെ പോയി എന്നാണ് കണ്ടിട്ടുള്ളത്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.